കഴിഞ്ഞ 2 മൊഡ്യൂളുകളിലായി കട്ടിംഗ് ബ്ലൗസിന്റെ തിയറിയും പ്രാക്ടിക്കലും ഒരുമിച്ച് പഠിച്ചുകൊണ്ട് എങ്ങനെ ഫ്രണ്ട് ഭാഗം ക്രോസ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് കട്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിനെ ഏത് രീതിയിലാണ് തെറ്റുകൾ സംഭവിക്കാത്ത രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. തുടക്കക്കാർക്ക് മനസ്സിലാക്കാവുന്ന വിധത്തിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നതെങ്കിലും സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡ് മറന്നു പോകാതിരിക്കുന്നതിനായി നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടു മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നോട്ട്സ് ആക്കി സൂക്ഷിക്കുക. കട്ട് ചെയ്യുന്നതിനും സ്റ്റിച്ച് ചെയ്യുന്നതിനുമെല്ലാം പലർക്കും പല മെത്തേഡായിരിക്കുമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. എങ്കിൽ കൂടി ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും മറ്റു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ചിട്ട് ഇവിടുത്തെ തിയറിയിലും പ്രാക്ടിക്കലിലും മാത്രമായി ശ്രദ്ധിച്ച് ചെയ്യുവാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് വരച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കൃത്യമായി അളന്നിട്ടിരിക്കുന്ന അതേ തയ്യൽ തുമ്പുകൾ തന്നെ സ്റ്റിച്ച് ചെയ്യാനായി ഉപയോഗിക്കുക എന്നുള്ളത്. ഇല്ലെങ്കിൽ നിങ്ങൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ്സും അളവുകളും എല്ലാം വ്യത്യാസം വരുന്നതാണ്. കുറഞ്ഞാലും കൂടിയാലും അത് കൃത്യമായി വരാൻ സാധ്യതയുണ്ടാവില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പ് എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ മടക്കി വെച്ചിട്ട് ഹെമ്മിങ് ചെയ്യുവാൻ ആവശ്യമുള്ള നീളം നമ്മൾ എക്സ്ട്രാ എടുത്തിരുന്നു. ഈ നീളം 2 കൈയും സെപ്പറേറ്റ് ആക്കിയതിനു ശേഷം, അതായത് സെപ്പറേറ്റ് ആക്കുന്നതിനോടൊപ്പം തന്നെ മുൻകൈ കുഴിച്ചുവെട്ടിയിരിക്കുന്നത് റൈറ്റും ലെഫ്റ്റും തന്നെ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതെങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. അതനുസരിച്ച് റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും കൈ അറേഞ്ച് ചെയ്തതിനു ശേഷം താഴെ ഭാഗത്ത്, അതായത് ഇത് മടക്കി റഫായിട്ടൊന്ന് നമ്മളവിടെ ഇങ്ങനെ വെച്ച് അടിക്കുന്നുണ്ട്. അടിച്ചതിന് ശേഷം ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഇത് ഇപ്പോൾ അടിക്കാൻ ഉദ്ദേശിക്കുന്നതിനെ അഴിച്ചുവിടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമുക്കിതിനെ റൈറ്റും ലെഫ്റ്റും ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചുരിദാറിന്റെ സ്ലീവിൽ ഇത് കാണിച്ചിരുന്നതാണ്. എങ്കിലും ബ്ലൗസിന്റെ സ്ലീവ് വളരെയധികം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഇരിക്കുന്ന സ്ലീവിനെ നിവർത്തുക. നിവർത്തിയതിനു ശേഷം ഒരു സ്ലീവ് ഇതുപോലെ ഇങ്ങനെ മറിക്കുക. മറിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുൻകൈ കുഴിച്ചു വെട്ടിയത് രണ്ടും റൈറ്റ് ലെഫ്റ്റുമായിട്ട് വന്നു കഴിഞ്ഞു. ഇനി ഏത് ഭാഗമാണോ നിങ്ങൾക്ക് നല്ല വശമായി വന്നിരിക്കുന്നത് അതിൻ്റെ താഴേക്ക് ഇതുപോലെ മടക്കി കൊടുക്കുക. നമ്മളിവിടെ കട്ട് ചെയ്ത സമയത്ത് ഒരു വി ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് കറക്റ്റായി നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഒരു അടയാളം ഇട്ട് വെക്കുക. ഇത് ഒരു ഭാഗമാണെങ്കിൽ മറുഭാഗത്തും ഇതുപോലെ തന്നെ താഴേക്ക് മടക്കി അറേഞ്ച് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും റൈറ്റും ലെഫ്റ്റുമായി ഇത് താഴേക്കാണ് 2 കൈയും മടക്കിയിരിക്കുന്നത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കൈ താഴേക്കും ഒരു കൈ മുകളിലേക്കും ആണെങ്കിൽ കൈ തിരിഞ്ഞു പോവും, അതായത് ഒരു കൈ തന്നെയായിട്ട് മാറും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. 2 കൈയും ഒന്നുകിൽ താഴേക്ക് തന്നെയോ അല്ലെങ്കിൽ മുകളിലേക്ക് തന്നെയോ മടക്കുവാൻ ശ്രദ്ധിക്കുക. 2 കൈയും ഒരുപോലെ ആയിരിക്കാൻ ശ്രദ്ധിക്കുക എന്ന് ചുരുക്കം. ഇനി നമുക്കിതിനെ നിവർത്തിയിടാം. നിവർത്തിയിട്ടതിന് ശേഷം എത്രയാണോ നിങ്ങൾക്ക് ഹെമ്മിങ്ങിന് വീതി വേണ്ടത് അതിനനുസരിച്ച് ഇതിനെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ എത്രയാണ് മടക്കി കൊടുത്തിരിക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം നമ്മൾ അടിക്കുന്നത് ഹെമ്മിങ് ചെയ്യുവാനുള്ള സ്പേസ്, അതായത് സൂചി നമുക്ക് കുത്തുവാനുള്ള സ്പേസിനെ അല്പം വിട്ടുകൊടുത്തതിന് ശേഷം, അതായത് തീരെ അരികിലൂടെ അടിക്കരുത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 1/4 ഇഞ്ച് നീക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് സൈഡ് ജോയിൻ, നമ്മൾ നേരത്തെ പറഞ്ഞു സ്ലീവ് നമ്മൾ റൗണ്ട് ചെയ്താണ് ബോഡി പീസിൽ പിടിപ്പിക്കുന്നത്. അപ്പോൾ ഹെമ്മിങ് ചെയ്യാതെ ഇങ്ങനെ നിൽക്കുന്ന പീസുകൾ ഉണ്ടെങ്കിൽ പ്രാക്ടീസ് ഉള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല, തുടക്കക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇതിന്റെ മുകളിലൂടെ ഇങ്ങനെ അടിച്ചാൽ നിങ്ങൾക്ക് ഈസിയായി സൈഡ് ജോയിൻ ചെയ്തതിന് ശേഷം ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഒക്കെ ഇത് അഴിച്ചു വിട്ടാൽ മതിയാവും. അഴിച്ചു വിടണം എന്നുള്ള കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിത് അടിച്ചിട്ട് വരാം. ഇതിപ്പോൾ നമ്മളിവിടെ അടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 ലൈനും അല്പം ഇറക്കിയാണ് അടിച്ചിരിക്കുന്നത്. ഇത് ഈ ഭാഗത്തൂടെ ഹെമ്മിങ് ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് ഇതിനെ റിമൂവ് ചെയ്യേണ്ടതാണ്. ഇനി നമുക്ക് ആകെ ആവശ്യമായി വരുന്ന 2 അളവുകൾ വേസ്റ്റ് റൗണ്ടും സ്ലീവ് റൗണ്ടും ആണെന്ന് നമ്മുടെ ക്ലാസ്സിന്റെ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നമുക്കിനി സ്ലീവ് റൗണ്ട് മാത്രം അടയാളപ്പെടുത്തിയാൽ മതിയാവും. കാരണം നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ ഒരു അടയാളം കൊടുത്തിരുന്നത് കൊണ്ട് കൈയുടെ വണ്ണം, അതായത് സ്ലീവിന്റെ വണ്ണത്തിന്റെ പകുതിയിൽ കൈക്കുഴിയുടെ പകുതി വരുന്ന രീതിയിൽ
അടയാളപ്പെടുത്തിയിരുന്നത് ഇവിടെ ഉണ്ട്. അതിലേക്ക് സ്ലീവ് റൗണ്ട് അടയാളപ്പെടുത്തിയതിന് ശേഷം ജോയിൻ ചെയ്ത് വരയ്ക്കുക. എനിക്കിവിടെ ആവശ്യം 6.25 സ്ലീവ് റൗണ്ട്. അതിനെ താഴെ നിന്ന് മുകളിലേക്ക് ഞാൻ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇതുപോലെ നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇങ്ങനെ തന്നെ 2 സ്ലീവിലും വരയ്ക്കുക. നേരത്തെ പറഞ്ഞിരുന്നു, ചിലരുടെ കയ്യിൽ വലത് കൈക്ക് ഒരളവായിരിക്കും, ഇടത് കൈക്ക് വേറൊരു അളവായിരിക്കും. അതനുസരിച്ച് തന്നെ നിങ്ങൾ ഇടതും വലതും കൈകളെ അറേഞ്ച് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ രണ്ടും കൃത്യമായി മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് ആവശ്യമുള്ള അളവുകളിൽ കെട്ടിട്ട് ഈ കറക്റ്റ് പോയിന്റിലേക്ക് വരുത്തുന്നതിനോടൊപ്പം തന്നെ 1/4 ഇഞ്ച് നീക്കി മാത്രം, അതായത് നമുക്ക് അഴിക്കാൻ ആവശ്യമുള്ള രീതിയിൽ മാത്രം ഒരു വര കൂടി വരയ്ക്കുക. പക്ഷെ ആ വര വന്ന് ചേരുന്നത് നമ്മുടെ കൈക്കുഴിയുടെ സെയിം അളവിൽ തന്നെ ആയിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ലാതെ ഇത് 1/4 ഇഞ്ച് നീക്കി നിങ്ങൾ അടിക്കരുത്. കാരണം കൈയുടെ താഴെ ഭാഗത്ത് മാത്രമാണ് ഒരാൾക്ക് വണ്ണം കൂട്ടേണ്ടതെങ്കിൽ കൈക്കുഴിയുടെ ഭാഗത്തേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗമില്ലാതായി പോകും. അതുകൊണ്ട് നിങ്ങൾ അടിക്കുമ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ ചെയ്യും. ഇനി വണ്ണം കൂട്ടുന്ന സമയത്ത്, അതായത് ചെസ്റ്റിനും സ്ലീവിനും ഒരുപോലെ കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് അഴിച്ച് ഇതിലേക്ക് 1/4 ഇഞ്ചോ 1/2 ഇഞ്ചോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നീക്കേണ്ടി വരും. തൽക്കാലം നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെന്റ് വെച്ച് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന അളവിനേക്കാൾ 1/4 ഇഞ്ച് നീക്കി അടയാളപ്പെടുത്തുക. കൈക്കുഴി അടയാളപ്പെടുത്തിയ ഭാഗത്തേക്ക് തന്നെ രണ്ടാമതൊരു അടി അടിക്കുക. ഈ അടിയിൽ ഒന്നുകൂടി അടിച്ച് ഉറപ്പിക്കുക. അതായത് ഇത് സ്റ്റിച്ച് പൊട്ടിച്ച് വിട്ടാലും നമുക്ക് ആവശ്യം വന്നാൽ അഴിച്ചു വിട്ടാലും ഇത് 2 സ്റ്റിച്ചിൽ തന്നെ ഉറപ്പിച്ച് കിടക്കുവാൻ വേണ്ടി ഇതിൽ 2 സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ 2 സ്ലീവിലും ചെയ്തിട്ട് വരാം. ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരല്പം ഡിഫറൻ്റ് ആയിട്ടുള്ള നൂലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിം കളർ തന്നെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. അതുകൊണ്ട് ഒരല്പം ഡിഫറൻസ് നൂലിനുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ സെയിം കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ട് താഴെ നിന്ന് തുടങ്ങുമെങ്കിലും കൈക്കുഴിയുടെ ഭാഗത്തേക്ക് വന്നപ്പോൾ ചേർന്നാണ് വന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്, ഇതുപോലെ തന്നെ ബാക്ക് പീസിനെയും നമ്മൾ താഴെ മടക്കിയിരുന്നു. ഈ താഴെ മടക്കിയതിനെ നിങ്ങൾ വരച്ച ഭാഗത്തേക്ക് മടക്കുക. അതായത് ഇതാണ് നമ്മൾ വരച്ച ഭാഗം. ഇതിനെ ചീത്ത ഭാഗമാക്കി എടുക്കുക. അകവും പുറവും ഇല്ലാത്ത തുണിയാണെങ്കിലും വരച്ച ഭാഗം അകത്തേക്കാക്കി എടുക്കുക. അകത്തേക്കാക്കി എടുക്കുന്നത് എങ്ങനെയാണ്? ഈ മടക്കുന്നതിനെ അകത്തേക്ക് മടക്കുക. താഴെ ഭാഗത്ത് നമുക്ക് ഹെമ്മിങ് ചെയ്യാനുണ്ടെന്ന് കട്ട് ചെയ്യുന്ന ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അത് കറക്റ്റ് ലെവലാക്കി നമ്മൾ പോയിന്റ് ചെയ്ത് വെച്ചിരുന്നതാണ്. അതിനനുസരിച്ച് ഓരോരുത്തർക്കും എത്രയാണോ വീതി വേണ്ടത് അതനുസരിച്ച് താഴെ ഇതുപോലെ മടക്കി സ്ലീവിൽ അടിച്ചതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്യാനുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ അടിക്കുന്ന ഭാഗത്ത് ആവശ്യമുണ്ട്. അത് കണക്കാക്കി നമുക്ക് ഇതിനെയും അതുപോലെ തന്നെ അടിക്കാം. ആദ്യം നമുക്കിവിടെ ചരിവുള്ള ഭാഗം സൈഡ് ജോയിന്റ് ചെയ്യാനുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഈ ഭാഗം ഹുക്ക് അടിക്കുന്ന ഭാഗത്ത് വരേണ്ട, ഫ്രണ്ട് ഭാഗത്ത് ഹുക്ക് ഇടുന്ന ഭാഗത്ത് വരേണ്ടതാണ് ഈ ഷാർപ്പായിട്ടുള്ള ഭാഗം. ഇനി നമുക്കിതിനെ സ്ലീവ് വെച്ചതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റുമായിട്ട് അറേഞ്ച് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ഡാമേജ് ആയിട്ടുള്ള, അതായത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉള്ള പീസ്, ഇവിടെ കുറച്ച് ഭാഗം ഈ സൈഡിൽ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് ഇല്ലാത്ത 2 പീസ് ഉണ്ട്. ഇതിനെ ഇതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റുമാക്കി വെക്കുക. വെച്ചതിന് ശേഷം ആ ഡാമേജ് ഉള്ള പീസിന്റെ മുകളിലേക്ക് ഏറ്റവും നല്ല പീസിനെ കൊണ്ടുവന്ന് വെക്കുക. അത് റൈറ്റും ലെഫ്റ്റുമാക്കി തന്നെ വെക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വെച്ചതിന് ശേഷം വീണ്ടും 2 പീസ് നമുക്കുണ്ട്. അത് ചിലപ്പോൾ ഈ ഭാഗം നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കില്ല കിട്ടിയിരിക്കുന്നത്, വട്ടമായിരിക്കും. അങ്ങനെയുള്ളതിനെ ഇതുപോലെ തന്നെ ഏറ്റവും നല്ല പീസിന്റെ മുകളിലേക്ക് കൊണ്ടുവന്ന് വെക്കുക. റൈറ്റും ലെഫ്റ്റുമാക്കി തന്നെ വെക്കുക. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുവാനുള്ളത്, ഏറ്റവും നല്ല പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നല്ല ഭാഗത്ത് വരേണ്ട നല്ല പീസ് വന്നിരിക്കുന്നത് സെന്ററിലും, ഏറ്റവും ഡാമേജ് ഉള്ളത് ഏറ്റവും അടിയിലും, അകത്ത്
നമ്മുടെ ബോഡിയോട് ചേർന്ന് ചീത്ത ഭാഗത്ത് കിടക്കേണ്ടത് ഏറ്റവും മുകളിലുമായി ഇടതും വലതും കൃത്യമാക്കി അറേഞ്ച് ചെയ്ത് വെക്കുക. അതിനുശേഷം പിന്നെ കൃത്യമാക്കേണ്ടത് ഈ സൈഡും ഒരേ അളവിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഭാഗവും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇത് രണ്ടും എല്ലാ ലെയറുകളും ഒരുമിച്ച് വെച്ച് തന്നെ കൃത്യമായി ഒരടി മാത്രം താഴെ 4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് എടുത്ത് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഇടതും വലതും കൃത്യമായി അടിച്ചിട്ട് വരാം. ഇവിടെ താഴെ ഭാഗത്ത് 2 ഭാഗത്തും ഒരുപോലെ സ്റ്റിച്ചിങ് അലവൻസ് എടുത്ത് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മുകളിലുള്ള ഈ പീസിനെ, അതായത് അകത്തേക്ക് മറിയേണ്ട ഈ പീസിനെ ഇങ്ങനെ വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മൾ ജോയിന്റ് ചെയ്ത ഈ തയ്യൽ തുമ്പ് ഈ പീസിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഈ ഭാഗത്തുകൂടി പറ്റ ചേർത്ത് പതിച്ചടിക്കുക. അപ്പോൾ പതിച്ചടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇത് തന്നെ ആയിരിക്കണം ഇങ്ങനെ വെച്ച് അടിക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറിച്ചെടുത്ത് ഈ ഭാഗത്തേക്കാണ് അടിക്കുന്നതെങ്കിൽ രണ്ടും ഒരു കട്ടിങ് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പലർക്കും മിസ്റ്റേക്ക് സംഭവിക്കുന്നത് ഈ ഭാഗത്തൊക്കെയാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഇരിക്കുന്ന പീസുകളിലെ മുകളിലെ ഭാഗം മാത്രം ഇങ്ങനെ എടുക്കുക. തയ്യൽ തുമ്പ് ഈ മറിച്ച ഭാഗത്തേക്ക് വരുന്ന രീതിയിൽ പതിച്ചടിക്കുക. നല്ല നീറ്റായി പതിച്ചടിക്കുക. അങ്ങനെ നമുക്ക് അടിച്ചിട്ട് വരാം. ഇതിപ്പോ രണ്ടും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് തയ്യൽ തുമ്പ് വെച്ചു കൊടുത്തുകൊണ്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ പതിച്ചടിച്ച ഭാഗത്ത് നിന്ന് ഇങ്ങനെ പിടിക്കുക. പിടിച്ചതിന് ശേഷം നല്ല നീറ്റായി തയ്യല് ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനെ കാണാത്ത രീതിയിൽ അകത്തേക്ക് മടക്കി കൊണ്ടുപോയിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ ഈ ഭാഗമൊക്കെ ഒരുമിച്ച് വെക്കാം. ഇവിടെയാണ് ഒരുമിച്ച് വെക്കേണ്ടത്. ഇതും ഇമ്പോർട്ടന്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ റൈറ്റ് സൈഡ് നമുക്ക് വെക്കാം. ഇപ്പൊ ഇത് രണ്ടും റൈറ്റും ലെഫ്റ്റുമായി തിരിഞ്ഞൊന്നും പോകാതെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ ഇങ്ങനെ തന്നെ വെക്കാം. വെച്ചതിന് ശേഷം ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, പകരം ഇതിനെ ഒരുമിച്ച് വെച്ചു കൊടുത്തുകൊണ്ട്, അതായത് ഈ 3 കട്ടിങ് പീസുകളെയും ഒരുമിച്ച് പിടിച്ചു വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ 4 ഇഞ്ച് തയ്യൽ തുമ്പെടുത്തുകൊണ്ട് ഇതേ ഷേപ്പിൽ ഒന്ന് ചേർത്തടിക്കുന്നുണ്ട്. ഇത് 2 ഭാഗത്തും ഒരുപോലെ ആക്കി അടിക്കാൻ ശ്രദ്ധിക്കാം. അതായത് ഒരെണ്ണം 4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിൽ അടിച്ചതിന് ശേഷം ഇതിനെ ഒപ്പം വെച്ച് ഏതാണ് ഇതിനോട് ചേർന്ന് വരുന്ന തയ്യൽ തുമ്പ് എന്ന് മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ അടിക്കുക. കാരണം ഇത് തമ്മിൽ, അതായത് ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് വന്നാൽ തന്നെ ഫ്രണ്ടിലെ ഭാഗം നമുക്ക് ടക്സ് ഒക്കെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് ജോയിന്റ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വന്നാൽ ഒരു ഭാഗം നീണ്ടും ഒരു ഭാഗം ഒരല്പം ലെങ്ത് കുറഞ്ഞു ഇരിക്കാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് പോവുക എന്ന് പറയുന്നത്. നമുക്കിവിടെ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ ഒരുപോലെ വരേണ്ട കാര്യങ്ങളാണ്. താഴെയുള്ള ഈ ഭാഗം, അതുപോലെ ഫ്രണ്ട് ഭാഗം വന്ന് കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്യുന്ന അതേ ഭാഗം, അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ചെറിയ ടക്സിന്റെ ഭാഗം, നെക്കിന്റെ ഭാഗം, ഇതെല്ലാം ഒരുപോലെ ഇരുന്നാൽ മാത്രമാണ് ബ്ലൗസിന്റെ ഭംഗി കൃത്യമാവുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ കൈവശമുള്ള പല ബ്ലൗസുകൾക്കും ഇങ്ങനെ അല്ല എന്ന് ഇനി നോക്കിയാൽ മനസ്സിലാവും. അതായത് നെക്ക് ഒരു ഭാഗത്തേക്ക് നീങ്ങി, ടക്കിന്റെ ഭാഗം ഒരു ഭാഗത്തേക്ക് നീങ്ങി, അതുപോലെ തന്നെ കട്ടിങ് അടിച്ചിരിക്കുന്ന ഫ്രണ്ട് ഭാഗവുമായി ജോയിന്റ് ചെയ്തിരിക്കുന്നത് വേറെ, ഇത് ഒരല്പം ഇങ്ങനെ ഇറങ്ങി ഒക്കെ വന്നിരിക്കുന്നത് ഇനി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വരാതിരിക്കുവാനായിട്ട് ഇത് മുതൽ ശ്രദ്ധിച്ച് തന്നെ പോകണം. അതായത് ഇതിങ്ങനെ യോജിപ്പിച്ച് വെക്കുമ്പോൾ ഇവിടെ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നതിനനുസരിച്ച് ഇവിടെയും മാർക്ക് ചെയ്തിട്ട് മാത്രം കൂട്ടി യോജിപ്പിച്ച് അടിക്കുക. ഇവിടെ അടിക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കപ്പോ അത് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതിപ്പോ മുകൾ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ താഴെ ഒരുമിച്ച് വെച്ചു കൊടുത്തുകൊണ്ട് 2 സ്റ്റിച്ചും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. ഇനി ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ഇതുപോലെ പലതരത്തിലാണ് വന്നിരിക്കുന്നത്. അതിന് കാരണം നമ്മൾ ആദ്യം വെട്ടിയെടുത്ത പീസിനെ വെച്ച് വെട്ടിയെടുക്കുമ്പോൾ ഒരല്പം എക്സ്ട്രാ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് ആവശ്യമുള്ളത് ഈ മുകൾ ഭാഗത്ത് കാണുന്ന അളവാണ്. അപ്പോൾ കൂടുതലായി നിൽക്കുന്ന ഈ ഭാഗത്തുള്ള ഈ അധികം വരുന്ന തയ്യൽ തുമ്പിനെ കറക്റ്റ് ലെവല് കിട്ടുന്നതിനായി മുകളിലുള്ള ഈ അടയാളത്തിനനുസരിച്ച് എക്സ്ട്രാ വന്നിരിക്കുന്നതിനെ കട്ട് ചെയ്ത് മാറ്റുക. ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ
ഫ്രണ്ട് ഭാഗം ഇതിലേക്ക് കൊണ്ടുവന്ന് ജോയിന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വന്നാലും ചിലപ്പോൾ നീണ്ടു നിൽക്കുന്ന ആ പീസിലേക്കാണ് വെച്ച് പിടിപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ സംഭവിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഫിനിഷിങ്ങിലേക്ക് ആദ്യം തന്നെ ചെയ്യുക എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, കൃത്യമാക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫ്രണ്ടില് ടക്സ് എങ്ങനെയാണ് ഇടുന്നത് എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ കട്ടിങ്ങിന്റെ എല്ലാ ഭാഗവും കഴിഞ്ഞു. റൈറ്റ് ലെഫ്റ്റും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഒരുപോലെ വരേണ്ടതും എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ടക്ക് അടയാളപ്പെടുത്തുന്നതും തയ്ക്കുന്നതും ഒക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഇനി ഇതാണ് നമ്മുടെ ടക്ക് അടയാളപ്പെടുത്തുവാനുള്ള ഫ്രണ്ടിലെ ഭാഗം. ടക്ക് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ ഉള്ളളവുകൾ എത്രയാണ് എന്നതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഇതിനെയും ഇതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റുമാക്കി തന്നെ അറേഞ്ച് ചെയ്യുക. നമ്മൾ വരച്ചിരിക്കുന്നത് നമുക്ക് കാണുന്ന വിധത്തിലാക്കുക. വരച്ചിരിക്കുന്നത് ചീത്ത ഭാഗത്താണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഒരിക്കലും തിരിഞ്ഞു പോകരുത്. റൈറ്റും ലെഫ്റ്റുമാക്കി വെച്ചതിന് ശേഷം തന്നെ ആയിരിക്കണം ഓരോ അടയാളങ്ങളും ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്ന അടുത്തത് മെയിൻ പോയിന്റ് എന്താണോ, അതായത് സെന്റർ പോയിന്റ് എന്താണോ അതിനെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഒരു ഭാഗത്തെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിൽ സെന്റർ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ടക്കിറക്കം പ്ലസ് അര എന്നതിനോടുകൂടി താഴേക്ക് ചേർത്ത് ഈ പോയിന്റ് ചെയ്തിരിക്കുന്നതിനെ വരച്ചിരിക്കുന്ന ഈ അടയാളമാണ്. ഇതിനെ നമ്മൾ ഇങ്ങനെ തന്നെ എടുക്കുക. ഇങ്ങനെ എടുത്തതിന് ശേഷം നേരെ ആയിരിക്കണം. ഒരിക്കലും നിങ്ങൾ ഈ ഡിഫറൻസിനെ ചേർത്ത് ഇങ്ങനെ വെക്കരുത്. കാരണം ഇങ്ങനെ വെച്ചാൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മുടെ ടക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് നീങ്ങിപ്പോവും. നമുക്ക് വേണ്ടത് ഇങ്ങനെയാണ്. അതായത് സെന്റർ പോയിന്റിനെ വരച്ചിരിക്കുന്ന അതേ വരയിൽ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യുക. അതിനുശേഷം പിന്നീട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ചെറിയ ഭാഗം, അതായത് ചിലർക്ക് കട്ടിംഗ് ലെങ്ത് ഇത്രയും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഭാഗം ഒരല്പം ചെറുതായിരിക്കും വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനോടുകൂടി ചേർന്നായിരിക്കും വന്നിരിക്കുന്നത്. മിക്കവർക്കും ഇങ്ങനെ തന്നെ ആയിരിക്കാൻ ആണ് സാധ്യത. അപ്പോൾ ചെയ്യേണ്ടത് ഈ നീണ്ടു നിൽക്കുന്ന ഭാഗത്തായിരിക്കരുത് നമ്മൾ എടുക്കുന്ന ഇനി ഉള്ള അടയാളം. അതായത് ഓരോരുത്തരുടെയും ചെസ്റ്റ് വണ്ണത്തിനും അതുപോലെ ബസ്റ്റിന്റെ സൈസിനും ഒക്കെ അനുസരിച്ച് ടക്കിന്റെ അളവുകൾക്ക് വ്യത്യാസമുണ്ട്. നമ്മുടെ തിയറിയിൽ കൊടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. അത് കോമൺ ആയിട്ട് വരുന്നതാണ്. 1.5 ഇഞ്ച് എന്ന് പറഞ്ഞാൽ നോർമൽ മെഷർമെന്റിൽ സാധാരണ ബസ്റ്റിന്റെ സൈസ് വരുന്നവർക്ക് വരുന്ന അളവാണ്. ഇനി കുറച്ചുകൂടി ഭംഗിയിൽ ഒരല്പം ഒട്ടും ഹാങ് ചെയ്യാതെ നേരെ നിൽക്കുന്ന രീതിയിൽ വേണം എന്നുള്ളവർക്ക് ഇവിടെ നിന്ന്, അതായത് ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്താവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം ഓർക്കുക. 2 ഇഞ്ചിൽ അടയാളപ്പെടുത്തിയതിനു ശേഷം ഇവിടെ അല്ല, ചെറിയതായി നീങ്ങി നിൽക്കുന്ന തുണിയിലായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം സെന്റർ പോയിന്റ് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്ന് നേരെ വരയ്ക്കാം. നേരെ വരച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വരയാണ് കിട്ടിയിരിക്കുന്നത്. ടക്ക് അടിക്കുമ്പോൾ ഈ ഭാഗത്ത് നിന്ന് തന്നെ അടിച്ചു പോരുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ നിന്ന് അടിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവന്ന് ടക്ക് അറ്റത്തിട്ട് നിങ്ങൾ കട്ട് ചെയ്യരുത്. നമ്മൾ ചുരിദാറിന്റെ ടക്ക് എടുത്ത സമയത്തും ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഈ ഭാഗത്തു നിന്നും ഇവിടെ നിന്നൊന്നും കെട്ട് വരാൻ പാടുള്ളതല്ല. ഇവിടെ നിന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയതിന് ശേഷം ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്ത് അറ്റത്തേക്ക് വരുമ്പോൾ 1/2 ഇഞ്ചെങ്കിലും മിനിമം നൂല് നിൽക്കുന്ന രീതിയിൽ കെട്ടിടാതെ കട്ട് ചെയ്ത് മാറ്റാം. ഇതാണ് നമ്മുടെ സെന്റർ പോയിന്റിന്റെ അടയാളം. ഇനി നിങ്ങൾക്ക് ബസ്റ്റിന്റെ സൈസ് ഒരല്പം കുറവുള്ള ഒരാളാണെങ്കിലും ഇതുപോലെ തന്നെ ഈ അകലം ഒരല്പം കൂടി ഇങ്ങനെ കൂട്ടിക്കൊടുത്താൽ നിങ്ങൾക്ക് ബസ്റ്റ് കുറച്ചുകൂടി ഭംഗിയുള്ളതാക്കി തോന്നും. അതുപോലെ തന്നെ ഓവർ ബസ്റ്റ് ഉള്ളവരും ചെയ്യേണ്ട ഒരു കാര്യം 1.5 ഇഞ്ചിൽ നിന്ന് കൂടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നിങ്ങളുടെ ഈ അളവ് കൂട്ടിക്കൊടുക്കും തോറും ബസ്റ്റ് ഹൈറ്റിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബസ്റ്റിന്റെ സൈസ് കൂടുതലുള്ളവർക്ക് അത് ഇരട്ടിയാക്കി തോന്നിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബസ്റ്റ് സൈസ് കൂടുതലുള്ളവർ ഒരിക്കലും 1.5 ഇഞ്ചിൽ കൂടുതൽ ഇതുപോലുള്ള അളവുകൾ കൊടുക്കരുത് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് നോർമൽ മെഷർമെന്റിൽ 2 ഇഞ്ച് ഇട്ടാൽ മതിയാവും. ഇനി ബസ്റ്റിന്റെ സൈസ് കുറവുള്ളവരാണെങ്കിൽ 2.5യോ 3ന്റെ അപ്പുറത്തേക്ക് ഒരു കാരണവശാലും നിങ്ങൾ പോകരുത്. കാരണം നമുക്ക് സൈഡ് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ക്ലോത്ത് തികയാതെ വരും. അതുകൊണ്ട് 1.5, 2, 2.5 വരെ മാക്സിമം പോകുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട്
വളയാതെ അടിക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ചെയ്യേണ്ടത്. നമ്മൾ സ്ട്രെയിറ്റ് സ്റ്റിച്ചിനെ കുറിച്ച് ആദ്യത്തെ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. അത് ഏറ്റവും കൂടുതൽ ഉപയോഗം വരുന്നത് നമ്മുടെ കട്ടിംഗ് ബ്ലൗസിലാണ്. കട്ടിംഗ് ബ്ലൗസിലെ ഈ ടക്ക് അടയാളപ്പെടുത്തുന്നത് വരച്ചിരിക്കുന്ന അതേ വരകളിലൂടെ തന്നെ ഒരു സ്റ്റിച്ച് പോലും വളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം സ്റ്റിച്ച് വളഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് ഒരു ചെറിയ ബൾജിങ് വരും. നമ്മുടെ ബോഡിയിൽ ചേർന്ന് കിടക്കുന്ന കറക്റ്റ് മെഷർമെന്റിലുള്ള ഡ്രസ്സാണ് ബ്ലൗസ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതടിച്ചതിന് ശേഷം ഇതുപോലെ തന്നെ അടിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നിങ്ങൾ മറ്റേ പീസിലും, അതായത് ഇത് റൈറ്റ് ആണെങ്കിൽ ലെഫ്റ്റ് പീസിലും ഇതുപോലെ തന്നെ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വലുതായി നീണ്ടു നിൽക്കുന്നത് ആർക്കെങ്കിലും ഇതുപോലെ തന്നെ ഉണ്ടെങ്കിൽ അവിടെ ആയിരിക്കരുത്. ഏത് ഭാഗമാണോ ചെറുതായി വരുന്നത് ആ ഭാഗത്ത് നിന്നായിരിക്കണം സെന്റർ പോയിന്റിലേക്ക് വരയ്ക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെറിയ ടക്ക് എങ്ങനെയാണ് വരയ്ക്കേണ്ടത് നോക്കാം. അതായത് നമ്മുടെ ഹുക്കിടുന്ന ഭാഗത്ത് നിന്നുള്ള ഈ ടക്ക് ഇതുപോലെ തന്നെ മടക്കുക. നമ്മൾ പോയിന്റ് ചെയ്തിട്ടുണ്ട്. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, താഴെ നമ്മൾ അടയാളപ്പെടുത്തിയപ്പോൾ വലുതും ചെറുതൊക്കെ ആയിട്ട് വന്നു. ഇവിടെ അങ്ങനെ വരാൻ പാടുള്ളതല്ല. കാരണം കട്ട് ചെയ്ത് പോയിരിക്കുന്ന അതേ ലെവലിൽ തന്നെ ഒട്ടും ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ നമ്മുടെ പോയിന്റ് ഈ അറ്റത്ത് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്തേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിലുള്ള അടയാളം, അതായത് നിങ്ങളുടെ മെഷർമെന്റ് ടേപ്പിൽ 1/4 ഇഞ്ച് കൃത്യമായി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം, ഫോൾഡ് ഭാഗത്ത് കൃത്യമായി കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം തൊട്ടടുത്തുള്ള ഒരു ലൈനിൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതായത് 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിലുള്ള പോയിന്റ് ആണ് അടയാളപ്പെടുത്തേണ്ടത്. അതിൽ നിന്ന് നമ്മൾ വരച്ചിരിക്കുന്ന ആ 2 ഇഞ്ച് നീളത്തിലുള്ള ടക്കിന്റെ നേരെ ഇതുപോലെ ടേപ്പോ പെന്നോ ഉപയോഗിച്ച് വരയ്ക്കാം. ഇതും ഇതുപോലെ തന്നെ കൃത്യമാക്കി അടിച്ചെടുക്കേണ്ടതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചെറിയ ടക്കിന്റെ ഉള്ളളവ് എന്ന് പറയുന്നത് 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിലുള്ളതാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 2 ടക്സ് ആയി കഴിഞ്ഞു. ഇനി മൂന്നാമത്തേത് നമ്മുടെ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് സെന്റർ പോയിന്റിനെ നോക്കി നിൽക്കുന്ന ടക്കാണ്. അതിനെ നമ്മൾ ഇതുപോലെ തന്നെ ഇടുക. ഇടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൈക്കുഴിയുടെ ഭാഗത്ത് ഏറ്റക്കുറച്ചിലുകൾ ഇല്ലാത്ത രീതിയിൽ ഇടുക. നിങ്ങൾ ഇവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത് അനുസരിച്ച് ഇങ്ങനെ മടക്കി ഇടുമ്പോൾ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട്, ഒരെണ്ണം കയറിയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ നേരെ പിടിച്ച് ഒരുപോലെ ആക്കി ഇട്ടിട്ട് ചെയ്യാവുന്നതാണ്. കാരണം നമുക്ക് ഈ ഭാഗത്ത് നിന്നൊന്നും കട്ട് ചെയ്ത് ഇനി മാറ്റാനില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സെന്റർ പോയിന്റിന്റെ അവിടെ മാത്രമേ നമുക്കിനി താഴെ ഭാഗത്ത് ലെവൽ ചെയ്യാനുള്ള ആവശ്യമുള്ളൂ. അപ്പോൾ കൈക്കുഴിയുടെ ഭാഗത്തുള്ള ഈ ടക്സിന്റെ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾക്ക് അല്പം നീങ്ങിയാണ് ഒരെണ്ണം നിൽക്കുന്നതെങ്കിൽ കറക്റ്റാക്കി വെക്കുക. പക്ഷേ കറക്റ്റാക്കി വെക്കുമ്പോഴും നിങ്ങൾ മടക്കേണ്ടത് ഈ സെന്റർ പോയിന്റിന് നേരെ വരുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം. സെന്റർ പോയിന്റിന് നേരെ അല്ലാതെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി ഇതിന്റെ അറ്റം വരാൻ പാടുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ചെറിയ ടക്കില് നമ്മൾ 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിലാണ് എടുത്തിരുന്നതെങ്കിൽ ഇത് 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിലുള്ള ടക്കിന്റെ അളവായി എടുക്കുക. അതായത് 1/4 ഇഞ്ചിന് ശേഷം ചെറിയ ടക്കിൽ ഒരു പോയിന്റ് കൂടി എടുത്തതുപോലെ തന്നെ 1/2 ഇഞ്ചിന് ശേഷം തൊട്ടടുത്ത പോയിന്റിലായിരിക്കണം നിങ്ങൾ ഇത് മാർക്ക് ചെയ്യേണ്ടത്. എന്നിട്ട് സെന്റർ പോയിന്റിന് നേരെ നമ്മളിവിടെ 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ്, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചാണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിരുന്നതാണ്. ഇവിടെ 1/2 ഇഞ്ച് മാത്രമാണ് ഗ്യാപ്പ് എടുത്തിരിക്കുന്നത്. അതിന് നേരെ വരയ്ക്കുക. അപ്പോൾ നമുക്ക് മടക്കി വെക്കേണ്ട രീതിയിലാണ് ഈ വരച്ചിരിക്കുന്നത്. നിങ്ങൾ മെഷീനിൽ ഏത് രീതിയിലാണോ ഇടുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. പക്ഷേ അകവും പുറവും മാറാൻ പാടുള്ളതല്ല, ലെഫ്റ്റും റൈറ്റും മാറിപ്പോവാൻ പാടുള്ളതല്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് വളയാതെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിപ്പോ വളവുകളൊന്നുമില്ലാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ നെക്കിന്റെ ഈ ഭാഗത്തും ഈ ടക്കിന്റെ നേരെ വന്നിരിക്കുന്ന സ്റ്റിച്ചും ഈ അറ്റത്ത് എത്രയാണോ നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ബാക്കി വന്നിരിക്കുന്നത് ഇത്രയും ഭാഗവും ഒരേപോലെയാണോ 2 ഭാഗത്തും വന്നിരിക്കുന്നത്, അതോ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോൾ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. ഇനി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഈ ചെറിയ ടക്കിന്റെ തയ്യൽ തുമ്പിനെ താഴേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഇങ്ങനെ കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന്
അമർത്തി പാടിടുക. അതുപോലെ തന്നെ ഈ ഭാഗത്തും താഴേക്കിടുക. ഇനി കൈക്കുഴിയുടെ ഭാഗത്തുള്ളതിനെ ബോഡിയിലേക്ക് വരുന്ന രീതിയിൽ, അതായത് മുകളിലേക്കല്ല താഴേക്ക് വരുന്ന രീതിയിലും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് തയ്യൽ തുമ്പിനെ അറേഞ്ച് ചെയ്ത് ചെറിയൊരു പാടിടുക. ഈ ഭാഗത്തും അതുപോലെ തന്നെ ചെയ്യുക. കൈക്കുഴിയുടെ മുകളിലേക്കല്ല താഴെ ഭാഗത്തേക്ക് പോകുന്ന രീതിയിലായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി നമ്മുടെ സെന്റർ പോയിന്റ് ആണ്, അതിനെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട്, അതായത് മറ്റത് രണ്ടും നമ്മൾ പുറത്തേക്കാണ്, അത് ഒരെണ്ണം താഴത്തേക്കാണ്, ഇത് അങ്ങനെയല്ല, ഇങ്ങനെ വരുന്ന രീതിയിൽ ഈ ഭാഗത്തേക്ക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ നിങ്ങളുടെ വിരൽ അകത്തുകൂടി ഇടുക. അതിനുശേഷം ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. അതിനുമൊക്കെ മുൻപായി ചെയ്യേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾ ഏത് ടക്സ് അടിച്ചതിന് ശേഷവും അതിലൂടെ ഒന്ന് വലിച്ചു നോക്കുക. ഇത് ക്രോസ് ആയതുകൊണ്ട് നിങ്ങളുടെ സ്റ്റിച്ച് വളഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ ഒരു നൂല് പൊട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അഴിച്ച് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫിനിഷിങ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതും ചെയ്യുക. ചെയ്തതിന് ശേഷം നമുക്ക് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ നിങ്ങളുടെ ഈ അടയാളത്തിന് ശേഷവും താഴെ ഒരല്പം നീണ്ടു വന്നിരിക്കുന്നതായിട്ട് ആർക്കെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇനി ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ഈ ഭാഗത്തുള്ള അളവില് വ്യത്യാസം വരുത്താതെ ഇതിനെ ഈ ഷേപ്പിൽ വരയ്ക്കുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ലെവല് കറക്റ്റ് ആക്കി എടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ സെന്റർ പോയിന്റിന് താഴെയാണ് നമുക്ക് ആവശ്യമുള്ള കട്ടിങ്ങിന്റെ ലെങ്ത് പ്ലസ് 3/4 ഇഞ്ച് വന്നിരിക്കുന്നത്. അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇവിടെ ഈ എക്സ്ട്രാ ഉള്ളതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇതുപോലെ തന്നെ അപ്പുറത്തെ ഭാഗത്തും കട്ട് ചെയ്യുക എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പോൾ രണ്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇവിടെ ടക്ക് അടയാളപ്പെടുത്തിയിരിക്കുന്ന ഭാഗത്ത് പലരും ഇങ്ങനെയൊക്കെ വെച്ച് തയ്ക്കാറുണ്ട്. അത് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി നല്ലത് എന്ന് തോന്നുന്നത്, ഇതുപോലെ താഴത്തെ നൂല് അല്ലെങ്കിൽ അവിടെയുള്ള ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പ് നഷ്ടപ്പെടാത്ത രീതിയിൽ നിങ്ങൾ ഇങ്ങനെയൊന്ന് ചേർത്ത് ചരിച്ച് കട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് ഇങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഈ ടക്ക് നിങ്ങളെ ശല്യപ്പെടുത്താതിരിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇവിടെ ചെയ്യുന്ന അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കട്ടിങ്ങിനെ ഫ്രണ്ട് പീസിലേക്ക് ജോയിന്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളിവിടെ ഇതിപ്പോ റൈറ്റും ലെഫ്റ്റുമാക്കിയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കട്ടിങ്ങിനെയും നമ്മൾ റൈറ്റും ലെഫ്റ്റുമാക്കിയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പതിച്ചടിച്ച ഭാഗം മുകളിൽ വരാതിരിക്കാൻ, അതായത് നല്ല ഭാഗത്ത് ഈ താഴെയുള്ള സ്റ്റിച്ച് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ വെച്ചതിന് ശേഷം റൈറ്റും ലെഫ്റ്റും കൃത്യമായി വെച്ചതിന് ശേഷം ഇതിന്റെ ഈ തയ്യൽ തുമ്പ് തൽക്കാലം മുകളിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഇതിന്റെ ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഭാഗം ഇവിടെ 1/4 ഇഞ്ചിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. വെച്ചതിന് ശേഷം ഇവിടെ ഏറ്റക്കുറച്ചിലുകൾ, അതായത് ഈ പീസും തമ്മിൽ കയറിയോ ഇറങ്ങിയോ അല്ല ഇരിക്കുന്നത് എന്ന് ബോധ്യം വന്നതിന് ശേഷം ഇവിടെ കെട്ടിട്ട് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കുക. അടിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ പീസിനെ, അതായത് ഫ്രണ്ടിലെ ക്രോസ് ആയിട്ട് വന്നിരിക്കുന്ന പീസിനെ ഒരുപാട് വലിച്ചു കളയരുത്. അതിന് പകരം ഈ ടക്ക് ഇട്ടിരിക്കുന്ന അത്രയും ഭാഗം മാത്രം വളരെ ശ്രദ്ധിച്ച് തയ്ക്കുക. തയ്ക്കുമ്പോൾ ഇത് ഈ ടക്ക് ഇട്ടിരിക്കുന്ന ഭാഗം നമുക്ക് ഉള്ളിലേക്ക്, അതായത് പുറത്തേക്ക് സൈഡിലേക്ക് പോകാതെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഒന്നുകിൽ ഇതിനെ ഇങ്ങനെ വെച്ചു കൊടുക്കാം, മടക്കി വെച്ചു കൊടുക്കാം. എന്നിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തു പോകാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചെറിയ ടക്കിന്റെ തയ്യൽത്തുമ്പ് ഇതിലേക്ക് ജോയിന്റിലേക്ക് വരാൻ പാടുള്ളതല്ല. അതുകൊണ്ട് അതിന് മുകളിലേക്ക് വെക്കുക. അതിനുശേഷം ഈ സ്റ്റിച്ച് ചെയ്ത് പോയിരിക്കുന്ന ആ പാടിലൂടെയോ അല്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെ കൂടെയോ 1/4 ഇഞ്ച് തയ്യൽത്തുമ്പ് മാത്രമേ ഈ ബോഡി പീസിൽ നിന്ന് നിങ്ങൾ എടുക്കുവാൻ പാടുള്ളൂ. എന്നിട്ട് കുറേശ്ശെയായി ഈ വലിയ ടക്ക്, അതായത് സെന്റർ പോയിന്റിന്റെ ടക്ക് കറക്റ്റായി ഇങ്ങനെയോ അല്ലെങ്കിൽ തയ്യൽത്തുമ്പ് കറക്റ്റാക്കി വെട്ടിയിരിക്കുന്നതുകൊണ്ട് ഒരുമിച്ചോ ചേർത്ത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ അടിക്കുക. അടിക്കുമ്പോൾ ഇത്രയും ഭാഗം വരെ നിങ്ങൾക്ക് കിട്ടിയിരിക്കും.
ഈ ഭാഗം നമുക്ക് എക്സ്ട്രാ കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. അപ്പോൾ അതിപ്പോൾ ചെയ്യണ്ട. തൽക്കാലം നമുക്ക് ഈ രണ്ട് ഭാഗവും, അതായത് റൈറ്റും ലെഫ്റ്റും കട്ടിങ്ങും അതുപോലെ തന്നെ കൃത്യമായി അറേഞ്ച് ചെയ്തതിനു ശേഷം 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്ക് കട്ടിങ്ങിനെ ജോയിന്റ് ചെയ്തിട്ടുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതുവരെ നമ്മൾ നോക്കിയാണ് പോയിരുന്നത്. അതായത് ഇത് സ്റ്റിച്ച് തമ്മിൽ ഒരുമിച്ചാണോ, ടക്കുകൾ തമ്മിൽ ഒരുമിച്ചാണോ, നെക്ക് ഒരുമിച്ചാണോ എന്നൊക്കെ നോക്കി തന്നെയാണ് പോയിരുന്നത്. ഇത് ജോയിന്റ് ചെയ്ത ശേഷമാണ് ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് കഴുത്തിന്റെ ഈ അറ്റം രണ്ടും ഒരുമിച്ചാണോ എന്നും, ടക്ക് വന്നിരിക്കുന്നത് രണ്ടും സ്റ്റിച്ച് ഒരുമിച്ചാണോ എന്നും, കട്ടിങ്ങുകൾ തമ്മിൽ ജോയിന്റ് ചെയ്തിരിക്കുന്ന ഭാഗം ഒരുമിച്ചാണോ എന്നും, ഏറ്റവും പ്രധാനമായി താഴെ ഒരുപോലെയാണോ വന്നിരിക്കുന്നതെന്നും കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമാണ് അടുത്ത കാര്യം ചെയ്യേണ്ടത്. ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിന്റ് ചെയ്തേക്കുന്നതിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അഴിച്ച് റീജോയിന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഭാഗം ഇങ്ങനെ കയറിയോ ഇറങ്ങിയോ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വലിച്ചു കഴിഞ്ഞാലും ഈ ടക്കുകൾ തമ്മിലോ ഇത് തമ്മിലോ ഒക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ തന്നെ നോക്കി പോവുക എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബാൻഡ് പിടിപ്പിക്കേണ്ടതാണ്. അതായത് ഹുക്കും ഐയും പിടിപ്പിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇടതുഭാഗത്ത് വരേണ്ടത് വലിയ വീതിയിലുള്ള ബാൻഡ്, വലതുഭാഗത്ത് വരേണ്ടത് ഹുക്ക് പിടിപ്പിക്കേണ്ട ചെറിയ ബാൻഡുമാണ്. അപ്പോൾ നമുക്ക് ചെയ്യുവാനുള്ള ഏറ്റവും എളുപ്പ വഴി പറഞ്ഞു തരാം. ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിലുള്ളതിനെ ഇനി ഒട്ടും വലിക്കരുത് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. കാരണം റൈറ്റ് സൈഡിലെ പടിയാണ് നമ്മൾ അകത്തേക്ക് അടിച്ച് മറിച്ച് കൊണ്ടുപോകുന്നത്. നമ്മുടെ കട്ടിംഗ് ബ്ലൗസിൽ മെഷീനിലുള്ള സ്റ്റിച്ച് ആകെ കാണുന്നതും ഈ ഭാഗത്തുള്ള ഒരേ ഒരു സ്റ്റിച്ച് മാത്രമാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ള ഒരു സ്റ്റിച്ചും നമുക്ക് പുറമെ കാണുന്നതല്ല. അതുകൊണ്ട് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾ ഇത് മുകളിൽ നല്ല ഭാഗത്ത് വെക്കുമ്പോൾ ഈ അറ്റത്തും അല്പം എക്സ്ട്രാ വരുന്ന രീതിയിൽ തന്നെ വെക്കുക. 1/2 ഇഞ്ചിൽ കൂടുതൽ വേണമെന്നില്ല. ഇങ്ങനെ വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഇതിനെ ഒരുമിച്ച് വെച്ച് അടിക്കുക. അറ്റം വരെ അടിക്കുക. ഈ നീണ്ടു നിൽക്കുന്നതിൽ കൂടി ചേർത്ത് അറ്റത്തേക്ക് പോവുക. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ഈ ടക്സ് താഴത്തേക്കും കട്ടിങ് സ്റ്റിച്ച് ചെയ്ത ഭാഗം മുകളിലേക്കുമാണ് നമുക്ക് വരേണ്ടത്. അപ്പോൾ അങ്ങനെ തന്നെ വെച്ച് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിൽ അടിക്കുക. കെട്ടിടേണ്ട ആവശ്യമില്ല. മുകളിൽ നിന്ന് അറ്റത്ത് ഈ നീണ്ടു നിൽക്കുന്ന ഭാഗം വരെ അടിക്കുക. മറ്റൊന്ന്, ഇങ്ങനെ അടിക്കുമ്പോൾ കുറച്ചുകൂടി ഫിനിഷിങ്ങിൽ കിട്ടുന്നതിനായി ഈ കട്ടിങ് ഭാഗത്തെ താഴത്തെ കൂടുതലായി വന്നിട്ടുള്ള ഈ പീസിനെ നിങ്ങൾ ഇങ്ങനെ മടക്കി വെച്ചതിന് ശേഷമാണ് അടിക്കുന്നതെങ്കിൽ മറിച്ചെടുക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഫിനിഷിങ്ങിലായിരിക്കും ഈ ഭാഗം കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് 1/4 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് അടിച്ചു വന്ന് ഇവിടെ ഈ ഭാഗം ഇങ്ങനെ മടക്കി വെച്ച് അടിക്കാൻ പറ്റുന്നവർ അടിക്കുക, അല്ലാത്തവർ നേരെ തന്നെ അടിക്കുക. ഇനി ഇവിടെ നമ്മൾ പൊതിഞ്ഞാണ് അടിച്ചിരിക്കുന്നത്. ഇതിനെ നമുക്കിനി ഇങ്ങനെ എടുക്കാം. ഇങ്ങനെ എടുത്തതിന് ശേഷം നിങ്ങൾ പതിച്ചടിക്കേണ്ടത് വെച്ചു കൊടുത്ത പീസിലേക്ക് ഈ ജോയിന്റ് ചെയ്ത തയ്യൽ തുമ്പ് വരുന്ന രീതിയിൽ ഇതിലൂടെ പതിച്ചടിക്കുക. പതിച്ചടിച്ചതിന് ശേഷം തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തിട്ട് ഒന്ന് ചെറുതായി മടക്കുക. മടക്കി അടയാളം ഇട്ടതിന് ശേഷം ഇതിനെ കൃത്യമാക്കി, അതായത് നമ്മൾ പതിച്ചടിച്ച ഭാഗം ലെവലായി വരുന്ന രീതിയിൽ, ഇവിടെ നിന്ന് അടിക്കരുത്, ഇവിടെ നിന്ന് കെട്ടിട്ട് ഒട്ടും വലിയാത്ത രീതിയിൽ തന്നെ അറ്റത്തേക്ക് അടിക്കുക. അപ്പോൾ 2 സ്റ്റിച്ച് നമുക്ക് അടിച്ചിട്ട് വരാം. ഇപ്പോൾ ഈ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കട്ടിംഗ് ബ്ലൗസിലാകെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന സ്റ്റിച്ച് കാണുന്നത് ഈ ഒരു റൈറ്റ് സൈഡിൽ മാത്രമാണെന്നുള്ളത് പറഞ്ഞു. ഇനി നമുക്കിവിടെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്ന എക്സ്ട്രാ വന്നിരിക്കുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ലെഫ്റ്റ് സൈഡിലെ പീസ് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യത്തെ പീസ് നമ്മൾ നല്ല ഭാഗത്തു നിന്ന് ചീത്ത ഭാഗത്തേക്കാണ് അടിച്ചുമറിച്ച് കൊണ്ടുപോയത് എങ്കിൽ ഇതിൽ നമ്മൾ ചെയ്യുന്നത് ചീത്ത ഭാഗത്തു നിന്ന് നല്ല ഭാഗത്തേക്കാണ് കൊണ്ടുവരുന്നത്. അതായത് അവിടെ നമ്മൾ താഴെയുള്ള ഭാഗം അവസാനമാണ് അടിച്ച് പൊതിഞ്ഞെടുത്തതെങ്കിൽ ഇതിനെ ആദ്യമേ തന്നെ ഇങ്ങനെ വെക്കുക. അതായത് നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന ഈ ഭാഗം 1/2 ഇഞ്ച് നിങ്ങൾക്ക് കയ്യിലുള്ളതിനനുസരിച്ച് 1/2 ഇഞ്ചാക്കി വെക്കുക. വെച്ചതിന് ശേഷം
ഈ ഭാഗം ആദ്യമേ തന്നെ ഇങ്ങനെ വെക്കുക. വെച്ചതിന് ശേഷം 1/4 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഈ ഭാഗത്ത് സ്റ്റിച്ചിങ് അലവൻസ് ആയിട്ട് ഇട്ടിട്ടുള്ളത്. ഡ്രോയിങ്ങിലൊക്കെ അതൊക്കെ കൃത്യമായിട്ടുള്ളതാണ്. അത്രയും മാത്രം 1/4 ഇഞ്ച് ഇവിടെ കെട്ടിട്ട് ഈ ഭാഗത്ത് അടിക്കുക. അടിക്കുമ്പോൾ ഇത് വലിച്ചു കളയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും അത് ശ്രദ്ധിക്കാതെ പോകരുത്. അതുപോലെ തന്നെ കട്ടിങ്ങിന്റെ തയ്യൽത്തുമ്പ് മുകളിലേക്കും ടക്കിന്റെ തയ്യൽത്തുമ്പ് താഴേക്കും വരുത്തി വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ. ഇവിടെ ഇപ്പോൾ നമ്മൾ ചീത്ത ഭാഗത്താണ് പീസ് വെച്ചിരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഈ അറ്റത്ത് നിന്ന് ഇതിനെ ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം പതിച്ചടിക്കേണ്ടത് നിങ്ങൾ മറ്റതിൽ ചെയ്തതുപോലെ അല്ല, ഈ ഭാഗത്ത് നിന്ന് ഇതിലൂടെ തയ്യൽത്തുമ്പ് ഈ വെച്ചു കൊടുത്ത പീസിലൂടെ തന്നെ ആയിരിക്കണം. പക്ഷേ അടിക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അതടിച്ചതിന് ശേഷം പിന്നെ എന്ത് ചെയ്യണമെന്ന് നോക്കാം. ഇത്രയും മടക്കുക. മടക്കി ഒരടയാളം ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി മടക്കുക. ഇത് വി ഷേപ്പ് അടിക്കുവാൻ അറിയാവുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ഹുക്കാണോ വേണ്ടത് അതിനനുസരിച്ച് താഴെയും മുകളിലും ആദ്യം കൃത്യമായി അടയാളപ്പെടുത്തിയതിനു ശേഷം ഇടയ്ക്ക് ഈക്വൽ ഡിസ്റ്റൻസിൽ എത്ര ഹുക്കുകൾ വേണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ മുകളിൽ അടയാളപ്പെടുത്തുന്ന സമയത്ത് പതിച്ചടിച്ചതിന് ശേഷമായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമാണ് ഫിനിഷിങ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ അടയാളപ്പെടുത്തുന്ന സമയത്ത് ഏറ്റവും മുകളിലായി അടയാളപ്പെടുത്തുന്ന ഹുക്കിനെ 1/4 ഇഞ്ച് ഇവിടെ തയ്യൽ തുമ്പ് നിങ്ങൾ അവശേഷിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കണം വി അടയാളം വെക്കേണ്ടത്. ഐ പിടിപ്പിക്കുന്നവർക്ക് അത് വിഷയമില്ല. എന്തിനാണ് ഈ 1/4 ഇഞ്ച് നമ്മൾ ഒഴിവാക്കി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ക്രോസ് പീസ് നെക്കിന്റെ ഭാഗത്ത് പിടിപ്പിക്കുന്നതിനുള്ള സ്റ്റിച്ചിങ് അലവൻസ് ആണ് 1/4 ഇഞ്ച്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഹുക്കിനെ വി ഷേപ്പിൽ അറേഞ്ച് ചെയ്താൽ അത് 1/4 ഇഞ്ചായി തന്നെ അടിച്ചു പോകും. അപ്പോൾ വീണ്ടും ഇവിടെ ഐ വെക്കേണ്ടി വരും. അതുകൊണ്ട് 1/4 ഇഞ്ചിനെ നേരത്തെ തന്നെ നിങ്ങൾ കണക്കൂട്ടി മാറ്റിയിട്ടതിന് ശേഷം മാത്രമായിരിക്കണം വി അടിക്കുന്നവർ ഈ ഭാഗത്ത് വി അടിച്ചു വെക്കേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും ഭാഗം ഇപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇടത് ഭാഗത്തെ ഈ ബാൻഡിന്റെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ഫ്രണ്ട് പീസിലെ ഹുക്ക് ഇടുന്ന ഭാഗം കൊണ്ടുവന്ന് വെക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ കഴുത്ത് പിടിപ്പിച്ച ഭാഗവും ഈ ഭാഗവും ഒരുപോലെയാണോ എന്ന് നോക്കുക. അതിനുശേഷം നമ്മുടെ കട്ടിങ് വന്ന് ജോയിന്റ് ആയിരിക്കുന്ന ഭാഗം ഒരുപോലെയാണോ എന്ന് നോക്കുക. അതിനുശേഷം ഈ ടക്കുകൾ തമ്മിൽ സ്റ്റിച്ച് വന്നിരിക്കുന്ന ആ ഭാഗവും ഒരുപോലെയാണോ എന്ന് നോക്കുക. ഇതെല്ലാം ഒരു ബ്ലൗസിന്റെ പെർഫെക്ഷനെ ഏറ്റവും നല്ല രീതിയിലാക്കുന്ന ഘടകങ്ങളാണ്. 1, 2, 3, 4 ഈ സ്റ്റിച്ചുകളെല്ലാം ഒരേപോലെ ലെവലായി വരുന്നതാണ്. നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയം ബോധ്യപ്പെടാനും സന്തോഷിക്കാനുമുള്ള കാര്യങ്ങള്. അപ്പോൾ അത് വളരെ കൃത്യമായി തന്നെ ചെയ്യുക. നിങ്ങളിനി പുറത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ഒരാളാണ് എങ്കിൽ നിങ്ങളുടെ കസ്റ്റമർ തീർച്ചയായും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റിച്ചിങ് കിട്ടുവാൻ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും ഇതുപോലുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് ബാക്ക് പീസ് ഫ്രണ്ട് പീസിലേക്ക് ജോയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഇവിടെ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തെ നല്ല വശമാണ്. ഇതിലേക്ക് ബാക്ക് ഭാഗത്തെ നല്ല വശം കൊണ്ടുവന്ന് മുട്ടിച്ചു വെക്കുക. വെച്ചതിന് ശേഷം ഈ ഷോൾഡർ ഭാഗം നെക്കിന്റെ സൈഡിൽ നിന്ന് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുക. 1/2 ഇഞ്ച് തയ്യൽ തുമ്പാണ് നമുക്ക് ആവശ്യം. നമ്മളിവിടെ അങ്ങനെയാണ് കണക്കൂട്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് അറിയാവുന്നവര് വരയ്ക്കാതെ സ്റ്റിച്ച് ചെയ്യാം, അറിയാൻ വയ്യാത്തവര് വരച്ചതിന് ശേഷം മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്റ്റിച്ച് ചെയ്യേണ്ടത് എപ്പോഴും നെക്കിന്റെ സൈഡിൽ നിന്ന് ഷോൾഡറിന്റെ അറ്റത്തേക്കാണ്. ഒരിക്കലും ഷോൾഡറിന്റെ അറ്റത്ത് നിന്ന് നെക്കിലേക്ക് സ്റ്റിച്ച് ചെയ്യരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ബാക്കില് പീസ് വലിയില്ല എങ്കിലും ഫ്രണ്ടിലെ പീസ് ഒരല്പം വലിഞ്ഞു വന്നാൽ അത് ഷോൾഡറിന്റെ ഭാഗത്താണെങ്കിൽ മാത്രമാണ് നമുക്ക് ലെവൽ ചെയ്യാൻ സാധിക്കുന്നത്. കറക്റ്റായി ചെയ്യാനാണ് അല്ലെങ്കിൽ ഒട്ടും വലിക്കാതെ ചെയ്യാനാണ് എങ്കിൽ ഒട്ടും വലിഞ്ഞു തന്നെ വരില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് 2 തവണ, അതായത് ഒരടി അടിച്ചതിന് ശേഷം വീണ്ടും ഒരടി കൂടി അതിൽ കൂടെ തന്നെ അടിച്ചിട്ട് നമുക്ക് വരാം. ഇനി നമ്മളിവിടെ വേസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തുന്ന രീതിയാണ്. അതായത് ബാക്കിലെ നല്ല ഭാഗമാണ് ഷോൾഡർ ചെയ്തതിന് ശേഷം നിവർത്തിയിട്ടിരിക്കുന്നത്. ഇനി ബാക്കിലെ സെന്റർ ഭാഗം നമ്മളിവിടെ ആദ്യം ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നിങ്ങളുടെ കയ്യിൽ എത്രയാണോ വേസ്റ്റ് റൗണ്ട്, അതായത് വേസ്റ്റ് ചുറ്റളവ് എന്നുള്ളത് നോക്കുക. അതിന്റെ 4/1 ഭാഗം ഈ സെന്ററിൽ നിന്ന്
ഇപ്പുറത്തേക്കും സെന്ററിൽ നിന്ന് ഇപ്പുറത്തേക്കും ഈക്വലായി അടയാളപ്പെടുത്തുക. അപ്പോൾ നമുക്ക് വേസ്റ്റ് റൗണ്ടിന്റെ പകുതി ഭാഗം മാത്രമാണ് വരുന്നത്. എനിക്കിവിടെ 29 വേണ്ടത്. 29ന്റെ 4 ഭാഗം എന്ന് പറയുന്നത് 7.25. ഈ 7.25 ഞാൻ ഇവിടെയും അടയാളപ്പെടുത്തിയിട്ടുണ്ട്, ഇപ്പുറത്തും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ അടയാളം നമുക്ക് ആവശ്യമുണ്ട്. ഈ ആവശ്യം എങ്ങനെയാണ് കൃത്യമായിട്ട് എടുക്കുന്നത് നോക്കാം. അതായത് ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലെ അകത്തേക്ക് പോയിരിക്കുന്ന പടി കൃത്യമായി ഈ സെന്റർ ഭാഗത്ത് തന്നെ വെക്കുക. വെച്ചതിന് ശേഷം ഇവിടെ ഈ എത്രയാണോ നിങ്ങൾക്ക് ബാക്ക് പീസിൽ താഴെ കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ മുകളിലേക്ക് ഇത് കയറ്റി അടയാളപ്പെടുത്തുക. ഇനി ഇപ്പുറത്തെ ഭാഗത്ത് ഐ അടിക്കുന്ന ഭാഗത്തെ പടി നമുക്ക് അളവിൽ വരുന്നതല്ല എന്ന് അളവ് എടുക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിനെ ഈ സെന്ററിൽ നിന്ന് പുറത്തേക്ക് ഇട്ടിട്ട് വേണം നിങ്ങൾ 4 ഭാഗം അടയാളപ്പെടുത്തുവാൻ. ഇനി വീണ്ടും മെഷർമെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. താഴെ ഭാഗത്ത്, അതായത് ബാക്കിലെ ഭാഗത്ത് അടയാളപ്പെടുത്തിയതിന്റെ അടയാളം കറക്റ്റ് സെന്ററിൽ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതിലേക്ക് അടയാളപ്പെടുത്തിയാൽ മാത്രം മതിയാവും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പടി വെച്ചിരിക്കുന്ന ഭാഗം ഐ പിടിപ്പിക്കുന്നതിനെ സെന്ററിൽ നിന്ന് അപ്പുറത്തേക്കാണ് ഇടേണ്ടത്. എന്നാൽ അകത്തേക്ക് പോയിരിക്കുന്നത് കറക്റ്റ് സെന്ററിൽ തന്നെ കൊണ്ടുവന്ന് ഈ 4 ഭാഗം അടയാളപ്പെടുത്തുവാനും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചെയ്യേണ്ടത് സൈഡ് ജോയിന്റ് ചെയ്യുന്നതാണ്. സ്ലീവ് നമ്മൾ റൗണ്ട് ചെയ്ത് പിടിപ്പിക്കുന്നത് കൊണ്ട് സ്ലീവ് ആദ്യം തന്നെ അടിച്ചു വെച്ചിരുന്നു. ഇനി മറ്റൊരു കാര്യം, ചിലപ്പോൾ ഇതുപോലെ ഈക്വലായി വേസ്റ്റ് റൗണ്ട് കിട്ടാത്ത ആളുകൾ ഉണ്ടാവാം. അതായത് വേസ്റ്റ് റൗണ്ട് കൂടുതലുള്ളവരാണ് നിങ്ങളെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള അളവ് എങ്കിൽ ഇതുപോലെ ഈക്വലായി കിട്ടി എന്ന് വരില്ല. ചിലപ്പോൾ ഈ ഭാഗത്ത് നമുക്ക് എന്ത് തന്നെയാണെങ്കിലും 1.5 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ട്. ഇത്രയും സ്റ്റിച്ചിങ് അലവൻസ് ബാക്കിലും ഫ്രണ്ടിലും നമുക്ക് ഒരുപോലെ വരേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത്രയും അലവൻസ് നിങ്ങളുടെ കൈവശം ഈ ഭാഗത്ത് ഇല്ല എങ്കിൽ ബാക്കിൽ നിന്നായിരിക്കണം നിങ്ങൾ അളവെടുക്കേണ്ടത്. അതായത് ഇവിടെ എത്രയാണോ നിങ്ങൾക്ക് കുറവുള്ളത്, ഇപ്പോൾ നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ആണെങ്കിൽ നിങ്ങൾക്ക് തയ്യൽ തുമ്പോ അല്പം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അല്പം പിന്നീട് എപ്പോഴെങ്കിലും വണ്ണം കൂട്ടണം എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ കൂട്ടുവാൻ വേണ്ടിയിട്ട് ഇതിൽ ഉണ്ടായിരിക്കുന്നതല്ല, ഇത്രയല്ലേ ഉള്ളൂ. അപ്പോൾ ഇതിലാണ് നിങ്ങൾക്ക് പീസ് കൂടുതലുള്ളതെങ്കിൽ എത്രയാണ് നിങ്ങൾക്ക് ഈ ആദ്യം എടുത്തിരിക്കുന്ന അളവിൽ നിന്ന് കൂട്ടേണ്ടത്, അതിനനുസരിച്ച് ഇവിടെ ആദ്യം നിങ്ങൾ മാർക്ക് ചെയ്യുക. നിങ്ങൾ അത് പുറത്തേക്കല്ല മാർക്ക് ചെയ്യേണ്ടത്, ഉള്ളിലേക്കായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫ്രണ്ട് ഭാഗത്ത് നമുക്ക് ആവശ്യമുള്ള 4 ഭാഗത്തിൽ നിന്ന് ഉള്ളിലേക്കായിരിക്കണം. വേസ്റ്റ് ചുറ്റളവ് കൂടുതലുള്ളവർ, ഇതുപോലെ ഈക്വലായി കിട്ടാത്തവർ ചെയ്യേണ്ടത് എത്രയാണോ നിങ്ങൾക്ക് കൂടുതൽ ബാക്കിൽ നിന്ന് എടുക്കേണ്ടത് അതിനനുസരിച്ച് ഇതിനെ ഉള്ളിലേക്ക് അടയാളപ്പെടുത്തുക. എന്നിട്ട് ബാക്കിൽ നിങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് എത്രയാണോ മുൻവശത്ത് കൂട്ടിയത് അത്രയും തന്നെ പുറകിലേക്ക് അടയാളപ്പെടുത്തിയിട്ടായിരിക്കണം സൈഡ് ജോയിന്റ് ചെയ്ത് വരയ്ക്കേണ്ടത്. ഇവിടെ കറക്റ്റായി 4 ഭാഗം കിട്ടിയിരിക്കുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യാത്തത്. അല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത്. വേസ്റ്റ് ചുറ്റളവ് കൂടുതലുള്ളവർക്ക് കറക്റ്റായി കിട്ടിയില്ല എങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് ഉള്ളിലേക്ക് നിങ്ങൾ എത്രയാണോ കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് അത്രയും കൂട്ടുന്നത് പോലെ തന്നെ ബാക്കിൽ 4 ഭാഗം വരുന്നതിന്റെ അപ്പുറത്തേക്ക് അതേ അളവ് തന്നെ കൂട്ടിയിട്ടായിരിക്കണം സൈഡ് ജോയിന്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ജോയിന്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് സൈഡ് ജോയിന്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിവിടെ താഴെ അടയാളപ്പെടുത്തിയതും മുകളിൽ അടയാളപ്പെടുത്തിയതും ഒരുപോലെയാണ്. ഈ സെന്ററിൽ നിന്ന് 4 ഭാഗമാണ് വേസ്റ്റ് റൗണ്ടിന്റെ എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് വെക്കുക. വെച്ചതിന് ശേഷം ചെസ്റ്റിന്റെ ഈ പോയിന്റുകൾ രണ്ടും ഒരുമിച്ചാണ് നമുക്ക് സ്റ്റിച്ച് വരേണ്ടത്. അതിനു മുൻപായി നിങ്ങൾക്ക് വരയ്ക്കുന്നതിന് ബാക്കിലെ പീസിന്റെ ആവശ്യമില്ല. അതിന് പകരം ഈ ഫ്രണ്ടിലെ മുകളിൽ കൈക്കുഴിയുടെ ഭാഗത്ത് ചെസ്റ്റ് വണ്ണത്തിന്റെ 4 ഭാഗം അടയാളപ്പെടുത്തിയതും വേസ്റ്റ് റൗണ്ടിന്റെ 4 ഭാഗം അടയാളപ്പെടുത്തിയതും തമ്മിൽ ടേപ്പോ സ്കെയിലോ ഉപയോഗിച്ച് കൃത്യമായി ജോയിന്റ് ചെയ്ത് വരയ്ക്കുക. ഇതുപോലെ വരയ്ക്കുക. വരച്ചതിന് ശേഷം
ഇനി നമ്മൾ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ വരയ്ക്കുക. വരച്ചതിന് ശേഷം മറ്റൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ മെഷീനിൽ കൃത്യമായി ഇതുപോലെ തന്നെ കൊണ്ടുവന്ന് സൂചി കുത്തി നിർത്തി കെട്ടിടുക. കെട്ടിട്ടതിന് ശേഷം സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്തിയതിന് ശേഷം ഈ ഭാഗത്തേക്ക്, ഇവിടെ നമ്മൾ സൂചി കുത്തി നിർത്തിയിരിക്കുന്നതായിരിക്കും, ഈ ഭാഗത്തേക്ക് ഇതുപോലെ കൊണ്ടുവന്ന് വെക്കുക. നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നതും മെഷർ ചെയ്തിരിക്കുന്നതും കൃത്യമാണ് എങ്കിൽ ഇതുപോലെ ഈക്വലായി തന്നെ വരുന്നതാണ്. മെഷർമെന്റിലോ അതുപോലെ കട്ട് ചെയ്തിരിക്കുന്നതിലോ സ്റ്റിച്ചിങ് അലവൻസ് എടുക്കുന്നതിലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമാണ് ചെറിയ ഡിഫറൻസ് ഒക്കെ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കറക്ഷൻസ് പറ്റി എന്ന് മനസ്സിലാക്കേണ്ടത് ആദ്യം സ്റ്റിച്ചിങ് അലവൻസ് നോക്കുക. കട്ട് ചെയ്ത് പോയത് പിന്നീട് ഒരിക്കലും ഒന്നും ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പൊ അതുകൊണ്ട് സ്റ്റിച്ചിങ് അലവൻസിലാണ് എന്തെങ്കിലും കംപ്ലൈന്റ് എങ്കിൽ അത് തിരുത്തി ചെയ്യാൻ പറ്റുന്ന സാഹചര്യം, അതായത് ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ട്, നിങ്ങൾ കൂടുതലായിട്ടാണോ കുറവായിട്ടാണോ എടുത്തിരിക്കുന്നതെന്ന് നോക്കിയതിന് ശേഷം അത് ക്ലിയർ ചെയ്തിട്ട് വീണ്ടും വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കെട്ടിട്ട് സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്താൻ പറയുന്നത് നമുക്ക് ഇത് നമ്മുടെ നേരെ തിരിഞ്ഞു വരുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്തിയതിന് ശേഷം മാത്രം ഈ ഭാഗത്തേക്ക് ഒരുമിച്ച് ഈ പോയിന്റ് ചെയ്തിരിക്കുന്ന രണ്ട് ഭാഗങ്ങളും കൂടി ഒരുമിച്ച് പിടിക്കുക. അതിനുശേഷം ഈ ലൈനിലൂടെ സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ സ്ലീവിൽ ചെയ്തതുപോലെ തന്നെ 1/4 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്യുക. നീക്കി മാർക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ടേപ്പ് വെച്ച് വരയ്ക്കേണ്ടത് നമ്മുടെ ഈ ചെസ്റ്റ് പോയിന്റിലേക്ക് തന്നെയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ആം ഹോളും ചെസ്റ്റ് വണ്ണവും നമ്മൾ അഴിക്കുന്നില്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് അഴിക്കുന്നത്, സ്ലീവിലും ബോഡി പീസിലും. അപ്പോൾ നമുക്ക് പിന്നീട് ഈ താഴത്തേക്കുള്ള ഈ ഭാഗത്താണ് എന്തെങ്കിലും കറക്ഷൻ വേണ്ടി വരുന്നെങ്കിൽ ഇത് അഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും ഇതിനെ രണ്ടാമതൊരടി അടിക്കുന്നത്. അപ്പോൾ സ്ലീവിൽ ചെയ്തതുപോലെ തന്നെ ഈ ആദ്യം അടിക്കുന്നതിൽ ഒരു സ്റ്റിച്ചും രണ്ടാമത് അടിക്കുന്നതിൽ ഒന്നിന്റെ മേളിലൂടെ തന്നെ രണ്ടാമത്തെ സ്റ്റിച്ചും അടിച്ചിടുവാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെ രണ്ട് വശവും നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പോൾ നമ്മളിവിടെ സൈഡ് രണ്ട് ഭാഗത്തായിട്ട് ജോയിന്റ് ചെയ്തിട്ടുണ്ട്, 2 സ്റ്റിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ലെവലിനനുസരിച്ച് തയ്യൽ തുമ്പിനെ നമുക്ക് ആവശ്യമില്ലാത്തതിനെ കട്ട് ചെയ്ത് കളയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇതേ ലെവലിൽ തന്നെ വരച്ചിട്ടുണ്ട്. വരച്ചതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുക. ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് സ്ലീവ് ബോഡിയിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇനി അതിനൊക്കെ മുൻപായി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യേണ്ടതുണ്ട്. ഈ ഭാഗത്തുള്ള ഈ സ്റ്റിച്ചിങ് അലവൻസിനെ ഇതുപോലെ ഒന്ന് മടക്കിയെടുത്ത് ഇങ്ങനെ ഒരടി മുകളിൽ നിന്ന് താഴേക്ക് ഇത്രയും ഭാഗം അടിച്ചു വെക്കുക. കാരണം നമ്മൾ സ്ലീവ് റൗണ്ട് ചെയ്ത് പിടിപ്പിച്ചു വരുന്ന സമയത്ത് ഈ സ്റ്റിച്ചിങ് അലവൻസ് നമ്മളെ ശല്യപ്പെടുത്താതിരിക്കുവാനായിട്ട് തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരമാണ് ഇങ്ങനെ ഒന്ന് അടിച്ചു വെക്കുന്നത്. ഇതുപോലെ തന്നെ രണ്ട് സൈഡിലും നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ സ്ലീവിലും ആം ഹോളിന്റെ അറ്റത്ത് വരുന്ന ഈ ഭാഗം ഇതുപോലെ റൗണ്ട് ചെയ്ത് തന്നെ നമുക്ക് അടിച്ചു വെക്കാം. അതായത് സ്ലീവിന്റെ ഈ സ്റ്റിച്ചിങ് അലവൻസിനെ ഇങ്ങനെ മടക്കിയെടുക്കുക, ഇതുപോലെ എടുക്കുക, ഇതിനെ നേരെ അടിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്നാണോ ആവശ്യം വരുന്നത് ആ സമയത്ത് ഈ സ്റ്റിച്ച് അഴിച്ചു വിട്ടാൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിവർന്ന് വണ്ണം കൂട്ടണമെന്നുണ്ടെങ്കിൽ ബോഡിയിൽ ഇതുപോലെ തന്നെ അഴിച്ചെടുക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്ത് വീണ്ടും വണ്ണം കൂട്ടിയെടുക്കാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ ബ്ലൗസിന്റെ സൈഡ് രണ്ടും ജോയിന്റ് ചെയ്ത് നേരത്തെ പറഞ്ഞതുപോലെ മടക്കി അടിച്ചൊക്കെ വെച്ചിരിക്കുന്നതാണിത്. ഇത് ലെഫ്റ്റ് സൈഡ് ഇപ്പൊ നല്ല ഭാഗത്തേക്കാണ് മറച്ചിട്ടിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ എടുക്കുക. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന്, ഇടതുവശത്ത് തന്നെ ഇടത് കൈ കൊണ്ടുവന്ന് വെക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഇപ്പോ നല്ല ഭാഗമാണ് ഞാൻ മറിച്ചെടുത്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ സ്ലീവിന്റെയും നല്ല ഭാഗം തന്നെ നിങ്ങൾ മറിച്ചെടുക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഏതാണ് ഇടതു ഭാഗം മുൻകൈ കുഴിച്ചു വെട്ടിയിരിക്കുന്നത്, ഏതാണ് ഇടതും വലതുമെന്ന് കൃത്യമാക്കി എടുത്ത് അതാത് ഭാഗങ്ങളിൽ തന്നെ കൊണ്ടുവന്ന് വെക്കുക. ഇത് വലതും ഇടതുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ വലത് കൈ ഇടത് കൈയിൽ മാറ്റി പിടിപ്പിക്കാതെ കൃത്യമായി അതാത് ഭാഗത്തെ കൈ മാത്രം എടുത്ത് ഒരു ഭാഗത്തെ കൈ മാത്രം എടുക്കുക. ഇപ്പോൾ ഈ വശത്തെ കൈയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിനെ ഇങ്ങനെ എടുക്കുക. നല്ല ഭാഗമാണ്. സ്ലീവിനെ നിങ്ങൾ നല്ല വശത്ത് തന്നെ മറിക്കുക, നല്ല വശത്താക്കി തന്നെ വെക്കുക. അതിനുശേഷം ഇതിനെ മാത്രം നമ്മൾ ഇങ്ങനെ മറിക്കുന്നു. മറിച്ചിട്ട്
കൈ ഉള്ളിലൂടെ, അതായത് കഴുത്തിനുള്ളിലൂടെ ഷോൾഡറിന്റെ ഈ ഭാഗത്ത് കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത സ്റ്റിച്ചിങ് അലവൻസ് ഒരു കാരണവശാലും ഫ്രണ്ട് ഭാഗത്തേക്ക് പോകരുത്. നമ്മുടെ ചുരിദാറിന്റെ ക്ലാസ്സിലും ഇതുപോലെ തന്നെ പറഞ്ഞിരുന്നതാണ്. സ്ലീവ് പിടിപ്പിക്കുമ്പോഴും ഹെമ്മിങ്ങിനുള്ള നെക്കടിക്കുമ്പോഴുള്ള പീസുമാണ് ശ്രദ്ധിച്ച് പിടിപ്പിക്കേണ്ടത്. ഒരെണ്ണം ഇവിടെയും ഒരെണ്ണം ഇവിടെയും ആക്കിയോ അല്ലെങ്കിൽ രണ്ടും ഫ്രണ്ടിലേക്കാക്കിയോ വെക്കരുത്, രണ്ടും ബാക്കിലേക്കാക്കി തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളത്. അപ്പോൾ ഷോൾഡർ അടിച്ചിരിക്കുന്ന ഭാഗം കറക്റ്റ് സ്ലീവിന്റെ സെന്ററിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ഇതുപോലെ നിങ്ങൾ ആദ്യം സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ് ഫുള്ള് ആം ഹോള് കറക്റ്റ് ആണോ എന്നറിയുവാനായിട്ട് ഇത് കണ്ടില്ലേ, കറക്റ്റായി നമ്മുടെ സ്ലീവും ബോഡി പീസും ഒരുമിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഭാഗത്തേക്ക് നോക്കുക. ഇതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ആദ്യം തുടക്കക്കാരൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട്, ചിലപ്പോൾ ഒറ്റയടിയിൽ നിങ്ങൾക്ക് ഇങ്ങനെ കൃത്യമായി വരണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ഷോൾഡറിന്റെ ഭാഗത്ത് നിന്ന് ആം ഹോൾ വരെ എത്തിക്കുക ഒരു തവണ. അതിനുശേഷം വീണ്ടും ഇവിടെ നിന്ന് ഇങ്ങനെ അടിക്കുക. അപ്പോൾ അടിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും രണ്ട് തയ്യൽ തുമ്പും ഈക്വൽ അല്ലാതെ വെക്കരുത്. അത് അങ്ങനെ തന്നെ വെച്ച് 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിൽ അടിച്ചു വേണം പോവാൻ. വളയരുത്, ഷേപ്പ്ലെസ് ആവരുത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മറ്റൊന്ന്, കൈ പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മുടെ ഈ കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന 1/2 ഇഞ്ചിനും 3/4 ഇഞ്ചിനും ഇടയിലുള്ള ടക്കിനെ ഒരിക്കലും നിങ്ങൾ ബോഡി പീസിന്റെ മുകൾ ഭാഗത്തേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. അത് വരേണ്ടത് നമ്മുടെ കൈക്കുഴിയുടെ, അതായത് സൈഡ് ജോയിന്റിന്റെ ഭാഗത്തേക്ക് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനെ ഇങ്ങനെ വലിച്ചു പിടിച്ച് വെച്ച് കൊടുക്കരുത്. പറ്റുമെങ്കിൽ തന്നെ ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുത്താൽ നന്നായിരിക്കും. അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വെക്കുക. ഒരിക്കലും മുകളിലേക്ക്, അതായത് തയ്യൽ തുമ്പിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ഈ ടക്കിന്റെ ഉള്ളിലുള്ള അളവിനെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വെച്ച് കൊടുക്കരുത്. മാക്സിമം ഇങ്ങനെ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കുക. കുറച്ച് ബുദ്ധിമുട്ടിയാലും അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ടതിന് ശേഷം ആ ടക്കിന്റെ ഭാഗത്ത് വലിഞ്ഞു നിൽക്കാതെ സ്മൂത്തായി ഇരിക്കുവാൻ വേണ്ടിയാണ് അങ്ങനെ പറയുന്നത്. നമ്മുടെ ഡ്രസ്സ് ഒന്നാമത് കറക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്, ബോഡിയുടെ കറക്റ്റ് ഫിറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ അടിച്ചതിന് ശേഷം പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഈ സൈഡ് ജോയിന്റ് ചെയ്ത ഭാഗം ബാക്ക് പീസിലേക്ക് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ, അതായത് ഫ്രണ്ട് ഭാഗത്തേക്ക് ഈ മെയിൻ തയ്യൽ തുമ്പിനെ വെച്ച് ആം ഹോളിൽ അടിക്കരുത്. അതും ബാക്കിലേക്ക് തന്നെ വരുന്ന രീതിയിലായിരിക്കണം വരേണ്ടത്. അതായത് ഈ ടക്കിനെ പോലെ തന്നെ ഇതും ബാക്കിലേക്ക് തന്നെ വരുന്ന രീതിയിൽ, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഇത് വന്നു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരടി നമുക്ക് ആദ്യം കൃത്യമാക്കി അടിച്ചിട്ട് വരാം. എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അറിയുവാനും കൂടിയാണ് ആദ്യം നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുന്നത്. അപ്പോൾ 2 സ്ലീവും ഇതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും കൃത്യമാക്കി എടുത്തതിന് ശേഷം പിടിപ്പിക്കാം. ഇപ്പോൾ നമ്മൾ സ്ലീവ് ഒക്കെ പിടിപ്പിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ക്രോസ് പീസ് ആണ് നെക്കിൽ വെച്ച് പിടിപ്പിക്കേണ്ടത്. അത് മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ ഒരു ഭാഗം ചരിഞ്ഞിട്ടായിരിക്കും നിങ്ങൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ചരിഞ്ഞ ഭാഗം പലർക്കും പല രീതിയാണ്. ചിലർ ചരിഞ്ഞ 2 വശങ്ങൾ തമ്മിൽ ഇങ്ങനെ ജോയിന്റ് ചെയ്ത് എടുക്കുന്നത് കാണാം. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അതല്ല എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഒരു ഷാർപ്പായ വശം അങ്ങനെയും ഒരെണ്ണം ഇങ്ങനെയും വെക്കുക. 2 ഡയറക്ഷനിലേക്കാക്കി വെക്കുക. വെച്ചതിന് ശേഷം ഇതിനെ ലെവലാക്കി വെച്ചു കൊടുത്തുകൊണ്ട് ഇവിടെ കെട്ടിട്ട് ഈ അറ്റത്തേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കുക. നേരെ അടിക്കുക, ചരിച്ചോ വളച്ചോ ഒന്നുമല്ല. ഒരു ഷാർപ്പായ വശം അങ്ങോട്ടും രണ്ടാമത്തെ ഭാഗത്തിന്റെ ഇങ്ങോട്ടും വെച്ചു കൊടുത്തുകൊണ്ട് നേരെ അടിക്കുക. ഇങ്ങനെ തന്നെ എത്രയാണോ നിങ്ങൾക്ക് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾ ജോയിന്റ് ചെയ്തെടുക്കുക. അങ്ങനെ ജോയിന്റ് ചെയ്ത് നമുക്ക് നെക്കിലേക്ക് എങ്ങനെയാണ് പിടിപ്പിക്കേണ്ടത് നോക്കാം. അതുപോലെ തന്നെ ജോയിന്റ് ചെയ്ത വശം തയ്യൽ തുമ്പ് ഒരിക്കലും നല്ല ഭാഗത്തേക്ക് വരാത്ത രീതിയിലായിരിക്കണം നെക്കിൽ പിടിപ്പിക്കേണ്ടത് എന്നുകൂടി നിങ്ങൾ കൃത്യമായി ഓർക്കുക. ഇനി അത് പിടിപ്പിച്ചതിന് ശേഷം ചെയ്യേണ്ട മറ്റൊന്ന്, നെക്കിന്റെ നല്ല ഭാഗത്തായിരിക്കണം നിങ്ങൾ പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടത്, ഒരൽപ്പം മുന്നോട്ട് നിങ്ങൾ ഇടുക. ഇട്ടതിന് ശേഷം ഒരു കാരണവശാലും നിങ്ങൾ നെക്ക് വലിക്കരുത്. അതായത് ഇത് ക്രോസ് ആണ് എന്ന് നമുക്കറിയാം. ക്രോസിനെ എത്ര വലിച്ചാലും വലിയുമെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ
വെറുതെ പിടിച്ചു കൊടുത്ത് ഈ കറക്റ്റ് യു ഷേപ്പിനനുസരിച്ച് ഇങ്ങനെ കുറേശ്ശെയായി 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തുകൊണ്ട് ഒട്ടും വലിക്കാതെ 2 പീസും ഒട്ടും വലിക്കാതെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇനി ചെയ്യേണ്ടതും ഈ ഷോൾഡർ ഭാഗം വരുമ്പോൾ തയ്യൽ തുമ്പ് ബാക്കിലേക്ക് തന്നെ വെച്ചു കൊടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ നെക്ക് ലൂസായി വരുന്നതിന് 2 കാരണങ്ങളാണുള്ളത്. ഒന്ന്, നിങ്ങൾ ഈ ക്രോസ് പീസ് വെക്കുന്ന സമയത്ത് ഇതിനെ വലിച്ചാൽ നെക്ക് ലൂസായി വരുന്നത് നിങ്ങൾക്ക് പലപ്പോഴും അനുഭവത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഇത് വലിക്കാതെ തന്നെ വെക്കുക എന്നുള്ളത് ഒരു കാര്യം. 2, നമ്മുടെ ബോഡിയുടെ വേസ്റ്റ് ചുറ്റളവ് കറക്റ്റ് അല്ല, അല്പം ലൂസ് ഉണ്ടെങ്കിലും നെക്ക് പൊങ്ങി പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് നെക്ക് ലൂസ് ആകുന്നതിന് ഉള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്ന്, നെക്കിൽ ക്രോസ് പീസ് ജോയിൻ ചെയ്യുമ്പോൾ നെക്കും ക്രോസ് പീസും വലിച്ചാലും വേസ്റ്റ് ചുറ്റളവ് ലൂസായിരുന്നാലും നെക്ക് ലൂസാകും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് ജോയിൻ ചെയ്ത് നെക്കിൽ പിടിപ്പിച്ചിട്ട് വരാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുവാനുള്ളത്, ബ്ലൗസിന്റെ നല്ല ഭാഗത്ത് വെച്ചാണ് നമ്മൾ ക്രോസ് പീസിനെ വെച്ച് പിടിപ്പിക്കുന്നത്. അത് ക്രോസ് പീസിന്റെ നല്ല വശവും ബ്ലൗസിന്റെ നല്ല വശവും തമ്മിൽ മുട്ടിക്കിടക്കുന്ന രീതിയിൽ ഒരു ലെയർ മാത്രമാണ് ഇടുന്നത്. ഇങ്ങനെ ക്രോസ് പീസിനെ മടക്കി അല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആവശ്യത്തിന് വീതി എങ്ങനെയാണ്, ചെറിയ വീതിയാണ് നമുക്ക് ആവശ്യം, കാണാൻ ഏറ്റവും ഭംഗിയും ഹെമ്മിങ് ചെയ്താൽ ഫിനിഷിങ്ങും വരുന്നത് ചെറിയ വീതിയാണെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ലെയറിലിട്ട് മാത്രം നിങ്ങൾ ആദ്യം അടിക്കുക. അപ്പോൾ വളയാതിരിക്കാൻ ശ്രദ്ധിക്കുക, വലിയാതിരിക്കുവാനും ശ്രദ്ധിക്കുക. ഇതിപ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലാണ് അടിച്ചിരിക്കുന്നത്. ഇതിനെ അല്പം കൂടുതലിട്ടാണ് ചെയ്തിരിക്കുന്നത്. 1 അടി മാത്രമാണ് കൊടുത്തിരിക്കുന്നത്, അതും ഒരു ലെയറിലാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മുടെ നെക്ക് ചെയ്യുമ്പോഴെല്ലാം 1/4 ഇഞ്ച് തയ്യൽ തുമ്പിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഷേപ്പിനനുസരിച്ചും ഇത് തയ്യൽ തുമ്പ് വട്ടം നിൽക്കാതിരിക്കുവാനായിട്ട് ഇതുപോലെ നൂല് കട്ടാകാത്ത രീതിയിൽ ചെറുതായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കും. അത് അവസാനം വരെ ചെയ്യുക. ഇനി ചെയ്യുക. പ്രധാനമായും യൂനക്കിന്റെ ഭാഗത്ത് കൃത്യമായി നിങ്ങൾ ചെയ്തിരിക്കണം. ഇത്രയും നീളത്തിലുള്ള പീസ് വെക്കുമ്പോൾ മറിച്ചെടുക്കുന്ന സമയത്ത് ഹെമ്മിങ് ചെയ്യാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതിരിക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത്, നമുക്ക് എത്രയാണോ കഴുത്ത് വീതി ഹെമ്മിങ്ങിന് ആവശ്യമുള്ളത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ മടക്കുക. ചെറിയ വീതിയായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഹെമ്മിങ് ചെയ്യുമ്പോൾ ഇതുപോലെ ചെറിയ വീതിയിൽ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഫിനിഷിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കുന്നത്, ചുളിവുകളൊന്നുമില്ലാതെ കാണാനുള്ള ഭംഗിയും എല്ലാം ചെറിയ ഹെമ്മിങ് ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഈ തയ്യൽ തുമ്പിനെ, ഇപ്പൊ നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്ത തയ്യൽ തുമ്പിനെ ഈ ക്രോസ് ഭാഗത്തേക്ക് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ നല്ല ഭാഗത്തേക്ക് എടുക്കുക. എന്നിട്ട് തയ്യൽ തുമ്പിനെ വെച്ച് ഇതിനെ പൊതിയുക. പൊതിഞ്ഞതിന് ശേഷം നമ്മൾ പതിച്ചടിക്കുന്നത് പോലെ, അതായത് കുഴിയിലേക്ക് ഇറങ്ങാനോ ഒന്നും പാടില്ല. ഈ ക്രോസ് പീസിന്റെ പറ്റരികിലൂടെ നല്ല ഭാഗത്തുകൂടി ഒരു സ്റ്റിച്ച് ഒന്ന് കൊടുക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, തയ്യൽ തുമ്പിനെ ക്രോസ് പീസിലേക്ക് തന്നെ വെച്ച് ഇങ്ങനെ തന്നെ ആവശ്യമുള്ള രീതിയിൽ പൊതിയുക. ചെറിയ രീതിയിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്കിത് ഹെമ്മിങ് ചെയ്ത് ഹുക്ക് പിടിപ്പിക്കുവാൻ മാത്രമാണുള്ളത്. ഹെമ്മിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ചുരിദാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇതിനെ ഈ അറ്റത്ത് നീണ്ടു നിൽക്കുന്നതിനെ ഇങ്ങനെ മടക്കുക. മടക്കിയതിന് ശേഷം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചായിരിക്കണം ഹെമ്മിങ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളിങ്ങനെ മടക്കുമ്പോൾ നിങ്ങളുടെ എടുത്തിരിക്കുന്ന ക്രോസ് പീസ് വലുതാണെങ്കിൽ ഈ ഭാഗത്തുള്ളത് നിങ്ങളെ പുറത്തേക്ക് വന്ന് ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ നല്ല ക്ലോത്ത് മുറിയാത്ത രീതിയിൽ ഇതിനെ കത്രിക കൊണ്ട് വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രം ഇങ്ങനെ വെച്ച് ഹെമ്മിങ് ചെയ്യുക. ഒരിക്കലും അതിനെ അവിടെ നിർത്തിക്കൊണ്ട്, പുറത്തേക്ക് വരുന്നതിനെ നിർത്തിക്കൊണ്ട് നിങ്ങൾ ഹെമ്മിങ് ചെയ്യരുത്. അതുപോലെ തന്നെ ഹെമ്മിങ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, ഇതിനെ ഇങ്ങനെ മടക്കി വെച്ച് ഹെമ്മിങ് ചെയ്യുമ്പോൾ ഈ യു വരുന്ന ഭാഗത്തെല്ലാം ചുരിദാറിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത് പോലെ തന്നെ ഇങ്ങനെ റൗണ്ടിലും 1/4 ഇഞ്ച് മാത്രമുള്ള തുന്നലുകളാക്കി എടുക്കുവാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഡിസ്റ്റൻസ് വരുന്ന ഹെമ്മിങ് ആണെന്നുണ്ടെങ്കിൽ കാണുവാൻ ഭംഗി ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ഇനി യുവിന്റെ ഷേപ്പ് കഴിയുന്ന ഭാഗം വരെയും ഇതുപോലെ വിരലിൽ വട്ടം ഇട്ടുകൊണ്ടും നേരെ വരുന്ന ഭാഗത്തെല്ലാം
ചൂണ്ടുവിരലിൽ ഇതുപോലെ ക്രോസ് ആയി ഇട്ടുകൊടുത്തുമാണ് ഹെമ്മിങ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ചുരിദാറിന്റെ ക്ലാസ്സിൽ പഠിച്ചിരുന്നതാണ്. യു വരുന്ന ഭാഗത്ത് നിങ്ങൾ നിർബന്ധമായും ഇതുപോലെ വട്ടം തന്നെ ഇടുക. ചൂണ്ടുവിരലിൽ ക്രോസ് ആയിട്ട് ക്ലോത്ത് വരുന്നത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്താണ് എന്ന് നമ്മൾ പഠിച്ചിരുന്നത് പോലെ ഇങ്ങനെയും പിടിക്കുക. നമ്മുടെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടി വരുന്നത് കൊണ്ടാണ് ഹെമ്മിങ്ങും ഹുക്ക് പിടിപ്പിക്കുന്നതും ഐ പിടിപ്പിക്കുന്നതും ഒക്കെ ഒഴിവാക്കുന്നത്. നിങ്ങൾക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനി അറിയാൻ വയ്യാത്തവരുണ്ടെങ്കിൽ പല ചാനലുകളിലും ഇതൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അത് കോമൺ ആയതുകൊണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇത്രയും ആയപ്പോൾ നമ്മുടെ കട്ടിംഗ് ബ്ലൗസ് ബേസ് മോഡൽ ക്രോസിന്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കഴിഞ്ഞ് 2 മൊഡ്യൂളുകളിലായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫാബ്രിക്കിനെ എങ്ങനെയാണ് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ്. ഇതേ അളവുകളല്ലാതെ മറ്റു അളവുകളിലും കൂടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. കട്ടിംഗ് ബ്ലൗസ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഡ്രസ് ഡിസൈൻ ആണെങ്കിലും അളവുകൾ കൂടുതലുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് വരുന്ന ഓരോ മോഡലിലും ഇതേ ബേസ് മോഡലിന് പല കാര്യങ്ങളും നമുക്ക് ആവശ്യമായി വരുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ പഠിച്ചിരിക്കുന്ന ഈ മോഡലിനെ മാക്സിമം നല്ല രീതിയിൽ തറവാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് നിത്യജീവിതത്തിൽ അത്യാവശ്യമായി വരുന്ന മറ്റൊരു ഡ്രസ് ഡിസൈനുമായി അടുത്ത മൊഡ്യൂളിൽ നമുക്ക് കൂട്ടുകൂടാം. ഫാഷൻ തിയറി വിത്ത് ജെസ്സിനോടൊപ്പം.